ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായില്ലേ വ്ളോഗെല്ലാം ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. ഇതാദ്യമായിട്ടാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ ഗ്യാപ്പ് ഇടുന്നത്. ഇൻഷാ അള്ളാ ഇനി റെഡിയാവും. ഇന്നത്തെ ഒരു വ്ളോഗ് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ചില കാരണങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാണ്ട് വെച്ചതാണ്. അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. ഇന്നത്തെ ഒരു ഡേ വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഉമ്മ വരുന്നതിൻ്റെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഉമ്മ പോയി കഴിഞ്ഞിട്ട് ഹംദ ഫസ്റ്റ് ടൈമാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒക്കെ സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പനി മാത്രമല്ല, മുണ്ടി വീക്കിയില്ലേ, അത് വന്നിട്ടുണ്ടേനു. ഇപ്പോൾ 2 ആഴ്ച സ്കൂളിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കലായിരുന്നു, ഉമ്മ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഇവിടെ സ്കൂളിലേക്കെല്ലാം അയക്കുക, രാവിലെ എണീക്കണ്ടേ, എല്ലാ പണിയും എനിക്കായില്ലേ എന്നെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടേനു. നോക്കുമ്പോൾ ഇങ്ങനെ ഈ കാരണത്താൽ സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. തലേന്ന് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, എൻ്റെ സൗണ്ടെല്ലാം പോയി കിടക്കുക. ഇങ്ങനെയൊന്നും അല്ലേനു. ഇന്ന് കുറച്ച് ഓക്കെ ആയാലും ഞാൻ ഇതേതായാലും എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിങ്ങനെ വെച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ലേനു കേട്ടോ. പിന്നെ ഹംദയുടെ മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കും വന്നിട്ടുണ്ട്. ഉടനെയല്ല, ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇങ്ങനെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാണ്ടെന്നിന്. വ്ളോഗൊന്നും കാണാണ്ടിരിക്കുമ്പോൾ കുറച്ചാൾ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പേഴ്സണലായിട്ടും ചോദിക്കുന്നുണ്ട് എന്താ നിർത്തിയോന്നല്ലോ. അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയും. പറയാണ്ട് ഇങ്ങനെ അവസാനിപ്പിച്ച് പോകാൻ ഉദ്ദേശമില്ല. അതെന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും ഇൻഷാ അള്ളാ. അങ്ങനെ കറിക്ക് വേണ്ടുന്നല്ലോ ഞാൻ റെഡിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതൊരു 3-4 വിസിൽ വരുമ്പോൾ ഇനി നോക്കിയാൽ മതി. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ ദോശേൻ്റെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ഹംദക്ക് ദോശയോടൊന്നും വലിയ താല്പര്യമില്ല. ദോശ, ഈ കടലക്കറി, പിന്നെ പുട്ട്, അതൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ എല്ലാം റെഡിയായി മാറി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എണ്ണയിൽ തട്ടിയ സാധനങ്ങൾ കൂടുതലായിട്ട് ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ച്, ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിക്കൻ എപ്പോഴും ഒക്കെ ചിക്കൻ വേണം കേട്ടോ. ഒറോട്ടി ചിക്കന്, അല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കന് തന്നെ എപ്പോഴും ഇതന്നെ, അല്ലെങ്കിൽ ബിരിയാണി. അപ്പോൾ എപ്പോഴും അതന്നെ ആകുമ്പോൾ അതൊരു വലിയ രസമില്ലല്ലോ. ഇതിപ്പോൾ കൊടുക്കാണ്ട് ശീലാക്കി അങ്ങനെ വെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തീരെ കഴിക്കലുണ്ടാവില്ല. ഒരു 3-4 വിസിൽ, 5 വിസിൽ വന്നേരം ഞാനൊന്ന് തുറന്നു നോക്കി. പക്ഷേ വേവ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു 3-4 വിസിലും കൂടി. ആ ഒരു ടൈമിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതെന്തായാലും ദോശ കൊടുക്കുമ്പോൾ കറി എന്തായാലും കൂട്ടി കഴിക്കൂല. ഓളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ ഇന്ന് കൊണ്ടുപോകാൻ, ലഞ്ച് എന്താണെന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ക്രീം പീസ ഇതാന്നെല്ലാം പറഞ്ഞേരോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിക്കനും കൂടി ഇല്ലെങ്കിൽ ഒട്ടും കഴിക്കൂല. രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാതെ പോകുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ. അപ്പോൾ ഞാൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ സൗണ്ട് നല്ല ബോറുണ്ട് എന്നറിയാം. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് നല്ല ഡിലേ ആയിപ്പോവും.
പിന്നെ ഈ വ്ളോഗ് ഇടലുണ്ടാവില്ല. അങ്ങനെയല്ലാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയും ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ദോശ ചൂടില്ലാന്ന് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ദോശയെല്ലാം കറക്റ്റ് എണ്ണിച്ചുടുന്നതാണ്. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറക്റ്റേ ഉണ്ടാക്കുന്നുള്ളൂ. ഉമ്മ പോയ പിന്നെ ഫുഡ് വേസ്റ്റാക്കൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ കറക്റ്റ് എന്ത് വെച്ചാലും ചോറ് വെച്ചാലും അത് കറക്റ്റ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അങ്ങനെ ആണെന്ന് അറിയില്ല. പിന്നെ ഒരുപാട് അങ്ങ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിക്കും അതന്നെയാണ് നല്ലത്. നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചങ്ങനെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും. അത്ര കറക്റ്റ് ഉണ്ടാക്കൽ. കളയാനും ഉണ്ടാവില്ല, കൂടുതൽ കഴിക്കാനും ഉണ്ടാവില്ല. ആ ഒരു അളവിലാണ് ഉണ്ടാകുക. അങ്ങനെ ആക്കി എടുക്കുന്നതല്ല, ഞാൻ എത്ര വെച്ചാലും അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. ചില സമയത്തെല്ലാം ഞാൻ വിചാരിക്കും ഇത് എത്താണ്ടായി പോവോ, തികയൂലേ എന്നെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും മതി, ഉള്ളത് വെച്ചിട്ട് കഴിക്കാം. ഇനി പിന്നെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിക്കും. ഇനി പിന്നെ കറിയിലേക്ക് കുറച്ച് എണ്ണ കാച്ചി വയ്ക്കാനുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതും കൂടി ചെയ്തെടുത്താൽ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഹംദനെ സ്കൂളിലയച്ച് ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാൻ. പുറത്ത് പോകാൻ മീൻസ് ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ തറവാട് വരെ പോകാൻ. എന്താണെന്ന് വെച്ചാൽ നാളെ പുലർച്ചെയാണ് ഉമ്മ എത്തുന്നുള്ളു നാട്ടിൽ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോക്ക് അത്ര നടക്കുന്ന പരിപാടിയല്ല. വണ്ടിയും ആളും എല്ലാം ഉള്ളത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം ഇവിടുന്ന് പോക്ക് നടക്കുന്ന പരിപാടിയല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. എയർപോർട്ടിൽ പോയി ഉമ്മാനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെ എല്ലാ പണിയും തീർത്തിട്ട് വേണം എനിക്ക് പോവാൻ. പിന്നെ ഇന്ന് കുറച്ച് പണി കൂടുതലുണ്ട്. കാര്യം ഉമ്മ വരുന്നതല്ലേ. അപ്പോൾ ഉമ്മ വന്നിട്ട് ഇവിടെ ഫുള്ള് ക്ലീനിങ്ങും ഒന്നും നീറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ പിന്നെ അത് പറഞ്ഞ് ഇരിക്കലായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വൈകുന്നേരം സ്കൂള് വിടുന്ന ആ ഒരു ടൈമിലേക്ക് എനിക്ക് അവിടെ എത്തണം. ഹംദ എത്തുന്ന ആ ഒരു ടൈമിലേക്ക് അവിടെ എത്താനുണ്ട്. അങ്ങനെ കുറച്ച് തുണി വിരിച്ചിടലാണ് കേട്ടോ. ഞാൻ മെഷീനിലാണ് തുണി ഇട്ടിട്ടുള്ളത്. തുണിയല്ല, കുറച്ച് ബെഡ്ഷീറ്റും പുതപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിടലാണ്. പിന്നെ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇടാതിരുന്നത് ഞാൻ കുറേ നാൾ തറവാട്ടിലായിരുന്നു. ഒരു 3-4 ദിവസം തറവാട്ടിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റെസ്റ്റിന് വീട്ടിൽ പോയിട്ട് അവിടെ 2-3 ദിവസം നിന്നിട്ട് പിന്നെ ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടിയിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്ന്. അങ്ങനെ ഇവിടെ 1-2 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓട്ടപ്പാച്ചൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുകൂടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടിയിട്ട് ഒരു ചെറിയ ഒരു ഷോർട്സ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ശരിക്കും എന്തോ പോലെ ഉണ്ടായിരുന്നു. അത്രയും നാളിങ്ങനെ ഒന്നിച്ച് നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടത്തേക്ക് തന്നെ പോക്കാണ്. കുറേ ഇങ്ങനെ നമ്മളെ വൈബിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സംസാരിച്ചിരിക്കാനും അവരുടെ കൂടെ സ്റ്റേ ചെയ്യാനും എല്ലാം നല്ല രസമാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി, അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയി ഉമ്മാനെല്ലാം കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മയും സിസ്റ്ററും മാത്രമല്ലല്ലോ, ഇവർ 6 പേരില്ലേ. അപ്പോൾ വീഡിയോ എടുക്കൽ കുറച്ച് റിസ്ക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
അങ്ങനെ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി ഇനിയുള്ള പരിപാടി പെട്ടി പൊട്ടിക്കലാണ്. ഈ ഒരു ട്രോളിയിലാണ് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളുള്ളത്. അപ്പം അതുമാത്രം ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യലാന്ന്. പിന്നെ ബാക്കിയുള്ള അവർ വന്ന ആ ഒരു ക്ഷീണത്തിന് എല്ലാവരും കിടക്കില്ലായിരുന്നു. പിന്നെ എണീക്കാനെല്ലാം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രോളി റഷ്യയാണ് ഇപ്പം മരത്ത് കൊടുത്തയച്ചതാണ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ദുബൈയിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിയൊരു ട്രോളിയാണ്. എന്താന്ന് വെച്ചാൽ ഞാനിത് ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആയിട്ടോ ചെറിയ റേറ്റിൽ വാങ്ങിയതാണ്. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായി ഇതിപ്പോൾ വാങ്ങിയിട്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ വാങ്ങിയതാണ്. പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത് റഷ്യൻ്റെ സ്വന്തമായി. റഷ്യ നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം കൊണ്ടുവരലുണ്ട്, പോകുമ്പോൾ തിരിച്ചെടുക്കലുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അത് ഫുള്ളും എൻ്റെ അല്ല. ഇതിൽ കുറച്ച് സാധനങ്ങളാണ് ഇപ്പം എൻ്റെ ഉള്ളത്. എനിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുരിദാർ കൊടുത്തയച്ചിട്ടുണ്ട്. എനിക്കിത് ഫസ്റ്റ് കണ്ടറിയില്ലേ അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ചുരിദാറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പാകിസ്ഥാനിയാണ്. സാധനം ഓക്കെയാണ്, സിമ്പിളാണ്. പക്ഷേ ഇല്ലേ ഇട്ടരും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇട്ടരും എനിക്കിഷ്ടമായി. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് തരുമോ, ഇട്ട് പോരോ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചതിന് കണക്കില്ല. അത്രയും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രസ്സ് ഇത് എവിടുന്നാ വാങ്ങി, ഓൺലൈൻ വഴിയാണോ, ഏതാ പേജ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്രക്കും ഉണ്ടാകുന്നുള്ള ഞാൻ ഇത് ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സിമ്പിളാണ്, പക്ഷെ ഇങ്ങനെ ചോദിക്കാൻ മാത്രം ഉണ്ടേനു എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇട്ടേനോ നല്ല രസം ഉണ്ടേനു കേട്ടാ. പിന്നെ എനിക്ക് അബായ കൊടുത്തയച്ചിട്ടുണ്ടേനു. എനിക്ക് നിൽക്കാത്തൊരു സംഭവമാണ് ഇത്. എന്താന്ന് വെച്ചാൽ ഡ്രസ്സെല്ലാം എൻ്റെ ഒരുപാട് വർഷം നിൽക്കുന്നുണ്ട് കേട്ടാ. എത്ര ഇട്ടാലും പിന്നെ അത് പുതിയ പോലെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്കില്ലേ ഈ പർദ്ദ മാത്രം എന്താണെന്നറിയില്ല പെട്ടെന്ന് പോകുന്നുണ്ട്. അതിൻ്റെ സ്റ്റോൺ ആയാലും ബട്ടൺ ആയാലും. പിന്നെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഹംദനെയും കൂട്ടി ഞാൻ പോകുന്നുണ്ടെങ്കിൽ, ബസ്സിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഹംദ കാറിലാണ്, ബസ്സിലായിട്ട് കയറിയ ഉടനെ ഉറങ്ങും കേട്ടോ. പിന്നെ ഇവളെയും എടുത്തിട്ട് പോകുമ്പോൾ അതൊക്കെ കൊണ്ടാണോ എന്നും അറിയില്ല. പിന്നെ കുറച്ച് നടക്കുമ്പോഴേക്ക് തട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരിയും, എടുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതെല്ലാം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് നിന്ന് അപായ പെട്ടെന്ന് എന്തെങ്കിലും ലൈ തീരലുണ്ട്. അപ്പോൾ ഇത് 2 അബായ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നിനെ പറ്റുള്ളൂ, പക്ഷെ രണ്ടും നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ റഷ്യ എന്ത് വാങ്ങിയാലും ഞാൻ ഇതുവരെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയില്ല. കാര്യം എന്താ വെച്ചാൽ എന്നെക്കാളും സെലക്ഷൻ ഉണ്ട്. അത് ഏത് കാര്യത്തിലായാലും എടുക്കുന്ന എല്ലാം ഓക്കെയാണ് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാകലുണ്ട്. പിന്നെ ഹംദക്കുള്ള ഡെയിലി വെയറും പിന്നെ ഞാൻ മനസ്സിലെ ആ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് മെയിനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മാക്സി ഡ്രസ്സ്. ഇതിപ്പോൾ ഇട്ടിട്ട് ശീലമായിട്ട് എനിക്ക് ടോപ്പൊന്നും ഇടാൻ പറ്റാതെയായി. കൊടുത്തയച്ചതെല്ലാം നല്ല പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ 3-4 എണ്ണം എൻ്റെയാണ്. 3-4 എണ്ണം ഒന്നുമില്ല, 3 എണ്ണം. കൊടുത്തയച്ചതും നല്ല അത്യാവശ്യം നല്ല പ്രിൻ്റാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. സെയിം പ്രിൻറ്റിലുള്ള ഒരേപോലത്തെ 2 മാക്സി ഡ്രസ്സ് ഉണ്ട്, നൈറ്റി. ഇത് രണ്ടും 2 സൈസാണ് കേട്ടോ. അതൊരു ചെറുതിൻ്റെയും വലുത് വേറെയുമാണ്. എല്ലാം ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഋഷിക്ക് ആര് വരുമ്പോൾ സാധനം കൊടുത്തയക്കുന്നതിന് വലിയ താല്പര്യമില്ല. ഇപ്പോൾ വീട്ടിലല്ലാണെങ്കിൽ ഓക്കെ, ഉപ്പ ബ്രദർ അങ്ങനെയെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഉമ്മ വരുന്നതുകൊണ്ട് കൊടുത്തയച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് ഒന്നും വരുമ്പോൾ അങ്ങനെ കൊടുത്തയക്കില്ല. ഋഷി പറയും അവർക്ക് തന്നെ സാധനങ്ങളുണ്ടാവും, അപ്പോൾ നമ്മൾ അവരെയും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തയക്കയില്ല.
അത്യാവശ്യം അങ്ങനെ വേണ്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ കാർഗോ അയക്കും. പിന്നെ എനിക്ക് വേണ്ടുന്ന ഒരു സാധനമാണ് ബാഗ്. അത് ഒന്നിന് പറഞ്ഞാൽ 2 കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് 2 ഉണ്ടാവും. പിന്നെ ഇതെല്ലാം എനിക്ക് നാട്ടിൽ നിന്ന് എടുക്കാൻ നല്ല മടിയാണ് കേട്ടോ. അവിടെ നിന്നാകുമ്പോൾ നല്ല സാധനം കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് വലിയ ശീലമില്ല, പിടുത്തമില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കൊടുത്തയക്കുന്നതിന് നല്ല. പിന്നെ ഉമ്മയൊക്കെ വന്നതിൻ്റെ പിറ്റേ ദിവസം പിങ്കി പ്രസവിച്ചിട്ടുണ്ട്. 6 കുട്ടികളാണ് കേട്ടോ. മാഷാ അല്ലാ 7 പേരുണ്ടേനു. അപ്പം 6 പേര് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മാഷാ അല്ലാ. നമ്മളടുത്ത് ചെല്ലാൻ വരെ സമ്മതിക്കുന്നില്ല കേട്ടോ. കുട്ടികളെ എടുക്കാനാന്ന് പേടിച്ചിട്ട് നമ്മൾ തൊടാൻ വരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.